ഉള്ളത് പറയാമല്ലോ, ഇന്ന് നിന്റെ മുഖത്തൊരു പ്രത്യേക ഐശ്വര്യമുണ്ട്. എത്ര കൂട്ട് പെയിന്റ് അടിച്ചു രാവിലെ? ഓ, എന്റെ ആ ഇൻഷുറൻസിന്റെ ടേപ്പ് കണ്ടപ്പോഴാ മുഖത്തെ വൃത്തികേട്, കണ്ണിനടിയിലെ കരിവാളിച്ചയും മോഹക്കുരുവും ആകെപ്പാടൊരു കരിമ്പനടിച്ച പ്രതീതിയാ. നന്നായിട്ട് തൂക്ക, ഒന്ന് മെനയാക്കി താ. പിന്നെ കെട്ടുപ്രായം കഴിഞ്ഞിരിക്കുന്ന പെണ്ണല്ലേ. എന്നാ അയ്യോ, അത് തിന്നാനുള്ളതല്ല, കണ്ണി വെക്കാനുള്ളതാ. ഞാനും ആലോചിക്കാറുണ്ട് ഇത് എന്നാത്തിനാണ്. അയ്യോ, ഇതെന്നെ പറ്റി? വല്ല ചണക്കിലും മോങ്കുത്തി വീണോ? അല്ലടാ, ഇതാണ് മെഹനാസ് ഫേഷ്യൽ. മുഖകാന്തി വർദ്ധിക്കാൻ ഇതുപോലെ ഒരെണ്ണം ഭൂമി കിട്ടത്തില്ല. മെഹനാസ് ഇവിടെയും കിട്ടുമോ? ഞാൻ തപ്പിയടക്കം കൊണ്ട് കുറേ നാളായി. എന്നാത്തിനാ? വെളുക്കാനാ. അത് ശരി, വെളുക്കാനാണെങ്കിൽ കുറച്ച് കുമ്മായം മേടിച്ച് കലക്കി നിന്റെ മോന്തക്കരി, ബാക്കി വന്നാൽ അത് പെരക്കി പഠിക്കാമല്ലോ. Yes, I beat you. What now? എന്റെ ദൈവമേ, രാവിലെ മുതൽ ചെവിതല കെപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്നാ ചെയ്യാനാ? ഏത് ദിവസമാണോ ആക്രി കുന്ത്രാണ്ടം മേടിക്കാൻ എനിക്ക് തോന്നിയത്? You forgot, Daddy? ഇതാ അവന്റെ ബർത്ത്ഡേക്ക് മേടിച്ചു കൊടുത്താ. ആ ബദ്രെ, അങ്ങനെ ഒന്ന് രണ്ട് അബദ്ധങ്ങൾ എനിക്ക് ആ ദിവസങ്ങളിൽ പറ്റിയിട്ടുണ്ട്. എന്റെ മത്തായി കുഞ്ഞെ, നിനക്കൊന്നും പഠിക്കാനില്ലേ? No, Dad, it's vacation time. Leave me alone. ഓ, മനുഷ്യനെ മെനക്കെടുത്താൻ ഒരു വെക്കേഷൻ. ഈ വെക്കേഷൻ എന്ന് പറയുന്ന സാധനം ആര് കണ്ടുപിടിച്ച ആക്രി? എന്തിനാ കറി? നീ ഈ പിള്ളേരുടെ കൂടെ എന്തിനാണ് ഇവിടെ ഇരിക്കണേ? നിനക്കിത് വല്ല അറിയാവോ? നീ അവിടെ ഇവിടെ ഞെക്കി ചുമ്മാ വായം വിളിച്ചിരിക്കുകയല്ലേ? ആ നേരത്ത് നിനക്ക് രണ്ടുപേരെ ഒരു ഫോൺ വിളിച്ച് സംസാരിക്കാൻ മേലാഞ്ഞോ? അതിന് ശനിയാഴ്ചയല്ലേ ജോർജ് ചേട്ടാ? ഓ, മൺഡേ ത്രൂ ഫ്രൈഡേ നീ അങ്ങോട്ട് ഒലത്തി. അയ്യോ, എന്നറിയാതെ പോലും നീ ആരെയും ഫോൺ വിളിച്ച് പോകരുത് കേട്ടോ. വെറുതെ അല്ല മലയാളി ഗുണം പിടിക്കാത്തത്. Let's play one more game. വൺ മോർ ഗെയിം? ഞാൻ മുഖം കഴുകി തിരിച്ചു വരുമ്പോഴത്തേന് ഈ കുന്ത്രാണ്ട് ഓഫ് ചെയ്തിരിക്കണം, ഇല്ലേ എന്റെ വീതം മാറും. പറഞ്ഞിട്ട് എന്നാ കാര്യം? ഇതിനെയൊക്കെ ഒന്ന് തൊടാവോ? തൊട്ടാ ഉടനെ പോലീസ് വരികയല്ലേ? ഇപ്പോഴാ നമ്മുടെ നാടിന്റെ വില അറിയുന്നത്. മക്കളെ, ഇങ്ങ വന്നേ, ഡാഡി ഒരു കാര്യം പറയട്ടെ. ചക്കിമോളെ, നീയും വാടാ. ഇവിടെ നിങ്ങൾ ഈ അവധി സമയത്ത് ഈ വീടിനകത്ത് കുത്തിയിരുന്ന് ഈ കുന്ത്രാണ്ടം കളിക്കണ നേരത്ത് ആ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി നടക്കാൻ മേലേ? പിന്നെ 4 ഏക്കർ റബ്ബർ തോട്ടമല്ലേ നടക്കാൻ. നീ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട കേട്ടോ മോളെ. ഡാഡിയുടെ കുട്ടിക്കാലത്ത് ഇതിലും സ്മോൾ ഹൗസിലാണ് ഡാഡിയും അങ്കിളും ആൻറ്റിയും അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ താമസിച്ചുകൊണ്ടിരുന്നത്. ഡാഡി 10ാം ക്ലാസ്സിൽ പഠിക്കണ നേരത്താണ് ഡാഡിയുടെ വീട്ടിൽ ആദ്യമായിട്ട് കറണ്ട് കിട്ടിയത്, ഇലക്ട്രിസിറ്റി. അന്ന് പോലും ഡാഡിക്കൊന്നും ഒരു ബോറടി ഉണ്ടായിട്ടില്ല, മനസ്സിലായോ? Why, Daddy? അന്നൊന്നും ബോറില്ലായിരുന്നോ? വലിയ വീട്ടിലെ പിള്ളേർക്കൊക്കെ ബോറടിച്ചിട്ടുണ്ടാവും. ഞങ്ങൾക്കൊക്കെ അതിന് എവിടെയാ നേരം? നേരം വെളുത്ത് എഴുന്നേറ്റാണ്ടല്ലോ 100 കൂട്ടം പണിയാ. പശുവിൻ്റെ കാര്യവും ആടിൻ്റെ കാര്യവും ഒക്കെ നോക്കിയിരുന്നത് ഡാഡി തന്നെയായിരുന്നു. Wow, that's so cool. ഓ കൂൾ. നിന്നൊക്കെ അനുസരണ ഉണ്ടായിരുന്നു ആ ആടുകൾക്ക്. ഇതിപ്പോ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകണ ഇനങ്ങള്. എന്നാലും ഉണ്ടല്ലോ, കിട്ടണ സമയത്തൊക്കെ ഡാഡി ഓരോ കളികളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട്. ആ, കല്ലുകളി, പന്ത് കളി, എട്ടുകാളം കളി, പിന്നെ വട്ടുകളി. വട്ടുകളി അതിപ്പോ പ്രത്യേകിച്ച് കളിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. ആ കളികളൊന്നും ഇവിടെ ഇല്ലെങ്കിലും ആ മാവിനിട്ട് 2 കല്ലെങ്കിലും എടുത്ത് എറിയാമല്ലേ നിങ്ങൾക്ക്? Where's Mav? മാവില്ലെങ്കിൽ ആപ്പിളില്ലേ ഇവിടെ? ആപ്പിളും In winter? പിന്നെ ഈ വിന്ററിൽ എറിയാൻ പറ്റിയ എന്നാ കുന്ത്രാണ്ട് ഉണ്ട് ഈ നാട്ടില്. Pine trees, Daddy? ആ, പൈനെങ്കിൽ പൈൻ. അതിന്റെ കാ പറക്കിയിട്ട് ഡാഡി ഒരു സാധനം ഉണ്ടാക്കി തരാം. നീ പാടാ കയറി, നമുക്ക് പാ. ഞാനില്ല ഈ തണുപ്പ് കാലത്ത് ഈ ശരീരമൊക്കെ കിടക്കെ. എടാ, ഈ തണുപ്പൊക്കെ ഒരു ജാക്കറ്റ് ഇട്ടാ പോയല്ലേ? 6 മാസം തണുപ്പുള്ള ഈ നാട്ടിൽ തണുപ്പെന്നും പറഞ്ഞോണ്ടിരുന്ന വീടിനകത്ത് തന്നെ കുത്തിയിരിക്കുകയുള്ളൂ. വാ, കല്ല് പറക്കി തരാൻ ആള് വേണം. വാ
വാ മക്കളെ നമുക്ക് പാ. സൂക്ഷിച്ചെറിയണം കെട്ടോടാ, സൂക്ഷിച്ചെറിയണം കെട്ടോടാ. നിന്റെ ചെറുക്കനോട് ഞാൻ പറഞ്ഞതാ, അവൻ സൂക്ഷിച്ച് തന്നെ എറിഞ്ഞു. തലക്കെട്ട് ഈ ഗഹറി ഉണ്ടായിരുന്നോണ്ട് ചെരുപ്പ് കേട്ടടാ. തലയുടെ കൃത്യം നടുക്ക് തന്നെയാ കൊണ്ട്. ഇച്ചിരി മാറിപ്പോയിരുന്നെങ്കിൽ ബ്രെയിനെ കൊണ്ടാനെ. വല്ല ആവശ്യം ഉണ്ടായിരുന്ന ഞാൻ അപ്പോഴേ പറഞ്ഞ കേക്കണ്ടേ. വയസ്സാം കാലത്താ മരത്തെ കല്ലെറിയാൻ പോകുന്നത്. അപ്പുറത്തെ ചില്ല് പൊട്ടിയാൻ അയാൾ വരുന്നുണ്ട് ചോദിക്കാൻ. ചില്ല് പൊട്ടിയെന്നുള്ളത് നേരാണോടി? ഒച്ച ഞാൻ കേട്ടായിരുന്നു. ഇനി അതിന് സമാധാനം പറഞ്ഞോട്ടെ. പിള്ളേർക്കൊരു എക്സസൈസ് ആകട്ടെന്നേ ഞാൻ കൂട്ടിയുള്ളൂ. പിള്ളേർക്ക് ഇപ്പൊ എനിക്കാ ഈ എക്സസൈസ് മുഴുവനും. അപ്പം ചേട്ടായി ഞാൻ ഇറങ്ങുക. യോങ്കേഴ്സിലെ മാധവൻ സാറുമായിട്ട് അപ്പോയിൻമെൻ്റ് ഉണ്ട്. നീ ചെല്ലേ, ആ പൊട്ടിയ ചില്ലിൻ്റെയും ഇട്ട സ്റ്റിച്ചിൻ്റെയും കാശെങ്കിലും ഒപ്പിച്ചോണ്ട് വരണം കേട്ടോ. അപ്പം എന്നാ പോളിസിയാ സജസ്റ്റ് ചെയ്യണ്ടേ? അത് അങ്ങേര് സജസ്റ്റ് ചെയ്തോളൂ. നീ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായില്ലേ. എനിക്കിപ്പോൾ ഇതൊന്നും ചിന്തിക്കാനുള്ള ശേഷിയില്ല. തലയ്ക്കകത്തോടെ ഏതാണ്ട് കിടന്ന് ഓടണ പോലെ ഒരു തോന്നല. അതിന് തലയ്ക്കകത്ത് എന്തെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ? ഏ അല്ല, ഗ്രേപ്സ് എടുക്കട്ടെ എന്ന്. മേടിച്ചപ്പോ കുരുവില്ലാത്ത മുന്തിരിങ്ങ മേടിക്കാൻ പറഞ്ഞോ? എന്റെ റിൻസി, മുഖത്തെ 2 കുരു കളയാൻ വേണ്ടിട്ട് മാവും തൂത്തോണ്ട് കിടന്ന ഞാനാ തലയിൽ 8 തുന്നിക്കെട്ടുമായിട്ട് ഈ മുന്തിരിങ്ങ തിന്നോണ്ട് ഇവിടെ ഇരിക്കണത്. പോട്ടെ, സാരമില്ല. വരാനുള്ളത് വഴി തങ്ങിയാലെന്ന് പറഞ്ഞ എത്ര ശരിയാ. ഈയിടെ തൊടുന്നതെല്ലാം അബദ്ധമാകുന്ന സാഹചര്യ. അത് 2 ദിവസം റെസ്റ്റ് എടുത്താൽ മാറിക്കോളും. നിങ്ങൾ നേഴ്സുമാർക്ക് അങ്ങനെയൊക്കെ പറയാം. തല പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. ശാരീരിക നഷ്ടം, മാനസിക നഷ്ടം, ശാരീരിക ബുദ്ധിമുട്ട് എല്ലാം കൂടെ ഒന്നിച്ച് വണ്ടി വിളിച്ചല്ലേ വന്നേക്കണേ. സമയദോഷം എന്നല്ലാതെ എന്നാ പറയാനാ. ഓ, അത് പറഞ്ഞപ്പോഴാ നമ്മുടെ തങ്കമണി ചേച്ചിയില്ലേ, അവർക്ക് ഫെങ്ഷു അറിയാവുന്ന ഒരാളുണ്ടെന്ന്. എന്നാത്തിനാ? ചവിട്ടി തീരുമാനോ? അതൊന്നും അല്ല, നമ്മുടെ നാട്ടിലെ വാസ്തു ഇല്ലേ. വാസു, അവൻ എന്നാ പറ്റി? വാസു അല്ല, വാസ്തു. അതുപോലെ ചൈനക്കാരുടെ ഒരു സംഭവമായി ഈ ഫെങ്ഷുവേ. ഓ, അത് ശരി. ഞാൻ വിചാരിച്ചു നമ്മുടെ മത്തായി കുഞ്ഞ് പഠിച്ച ആ കൈകാലിട്ട് ഇളക്കണ സംഗതി എന്നാടി അത്? കങ്ഫു. ആ, ഗുംബു. അതാന്നാ ഞാൻ ഓർത്ത്. ഈ ചൈനക്കാരെ ആദ്യം പേരിടാൻ പഠിപ്പിക്കണം. എന്നാ പറഞ്ഞാൽ ഹാ ഹ്വാ ഹീ ഹ്വാ എന്ന് മാത്രമേ പറയുള്ളൂ. എന്നാ തിന്നോ. എന്താണെങ്കിലും അങ്ങേര് പറഞ്ഞതനുസരിച്ച് അവരുടെ വീട്ടിൽ ചില മാറ്റങ്ങൾ വരുത്തിയപ്പം എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്നാ തങ്കമണി ചേച്ചി പറഞ്ഞത്. പിന്നെ ഇവിടെ ഒരു ചൈനീസ് ഫുഡ് ഓർഡർ ചെയ്താൽ, കോഴി ഓർഡർ ചെയ്താൽ കിട്ടുന്നത് മട്ടനാ. അപ്പോഴാ പിന്നെ കണ്ണി കണ്ട ചൈനക്കാരനെയൊക്കെ. അതല്ലേ അതിന്റെ രസം. ഇത് ചെയ്യുന്നത് മുഴുവനും ഒരു നമ്പൂതിരിയാ, ബ്രഹ്മദത്തൻ എന്നയാളുടെ പേര്. അയാൾക്ക് വശമില്ലാത്തതൊന്നുമില്ല. ഹസ്തരേഖ, വാസ്തു, ജ്യോത്സ്യം എല്ലാം അങ്ങേർക്കറിയാം. നമുക്ക് അങ്ങേരെ വിളിച്ചൊന്ന് കൺസൾട്ട് ചെയ്താലോ? ഒന്ന് ട്രൈ ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ. ആ, നീ എന്നാ ഹുവാങ് ഹു ആണേലും വേണ്ടിയല്ല, ഈ സമയം ഒന്ന് തെളിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു. എടി, ഈ 3 ചെറുപഴത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇതിലൊരെണ്ണം ഞാൻ തിന്നോട്ടെ. എൻ്റെ അച്ചായ ഒന്ന് ചുമ്മാതിരിക്കുക. അയാൾ റെഡിയാക്കാൻ പറഞ്ഞിട്ടല്ലേ ഇതെല്ലാം അവിടെ വെച്ചേക്കുന്നത്. അയാൾ വന്ന് പോയി കഴിഞ്ഞിട്ട് എന്തോ വേണേലും ചെയ്തോ. ആരാണ്ട് ബെല്ലടിച്ചല്ലോ, നോക്കിയിട്ട് വരാം. ആ ഗ്രിഗറി എങ്ങനെയാണോ? അവനാണ് വന്നവിടെ ഈ പഴം എടുക്കുകയുള്ളൂ, നോക്കിക്കോണം. Hi, I am Brahma. I'm George. Are you for insurance? No, I am Brahmadatta. ഓ, ബ്രഹ്മദത്ത നമ്പൂതിരി. അതെ, വരൂ. അതെ. ആ, റിൻസി, ഇതാണ് ബ്രഹ്മദത്ത നമ്പൂതിരി. Oh, hello. ഞാൻ പറഞ്ഞതൊക്കെ റെഡി അല്ലേ? ആണല്ലോ. എനിക്ക് ഡ്രസ് ഒന്ന് മാറുമായിരുന്നു. അങ്ങോട്ട് പോകും, ആ മുറിയിലേക്ക് പോ, അങ്ങോട്ട് പോ. ഇങ്ങനെ ശരിക്കും നമ്പൂതിരി തന്നെയാണോ? അല്ല, ഈ കറുപ്പേ ഒന്നും വേണ്ടായി അച്ഛാ. ഈ ഷിൻസു എന്ന് പറഞ്ഞ സാധനം ഡ്രസ്സൊക്കെ കൊടുത്തുള്ള പരിപാടിയല്ലേ? മണ്ടത്തരം പറയാതെ.
ആ വിളക്ക് കത്തിച്ചോളൂ. ആ കിണ്ടിയിൽ കുറച്ച് വെള്ളം കൂടെ വെച്ചോളൂ. കിഴക്ക് എവിടെയാ? അവിടെ ഇവിടെ ആ ഇവിടെയാ, ഇവിടെ ആ സൈഡ്. എങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞിരുന്നോളൂ. ആ കൈ ഒന്ന് കാണിക്കോ. ആ, വലത് കൈ കാണിക്ക. വളരെയധികം തടസ്സങ്ങൾ കാണുന്നുണ്ട്. മനസ്സിൽ നിരീപിച്ചതൊന്നും നടക്കുകയില്ല. ജോലിയിലും അശ്രദ്ധ കാണുന്നുണ്ടല്ലോ. പക്ഷെ ഈ ആപത് ഘട്ടങ്ങൾ തരണം ചെയ്യാൻ ഇപ്പൊ താമസമുണ്ട്. ഈ ഘട്ടം എന്ന് പറയുമ്പം അത് എത്ര നാൾ കാണും തിരുമേനി? ഒരു 2 വർഷം ഒന്ന് കൂട്ടിക്കോളുക. 2 വർഷം കഴിയുമ്പോൾ ഞാൻ ബാക്കി ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ. പരിഭ്രമിക്കാനൊന്നുമില്ല. ഈ ആപത് ഘട്ടങ്ങളിൽ നിങ്ങളെ രക്ഷിക്കാനായിട്ട് വേണ്ടി ഒരു ചെറുപ്പക്കാരൻ കൂടെ ഉണ്ടല്ലോ. ചെറുപ്പക്കാരെന്ന് പറയുമ്പം അതെ, ഈ ശ്രീരാമന് ലക്ഷ്മണനെ പോലെ ഒരു അനുചരൻ കൂടെ ഉണ്ടല്ലോ. അതിനി നമ്മുടെ ഗ്രഗറിയാണോ? അവനായിരിക്കില്ല, അവനാണെങ്കിൽ ഹനുമാൻ എന്നല്ലേ പറയുള്ളൂ. ഏതായാലും ഒരു കാര്യം ചെയ്യൂ, ആ ചെറുപ്പക്കാരനെ കൈവിടണ്ട, കൂടെ നിർത്തിക്കോളുക. എല്ലാം ശുഭമാകും. വേറെ പ്രതിവിധി ഒന്നുമില്ല തിരുമേനി. നിങ്ങളുടെ മാനസികാവസ്ഥയ്ക്ക് ഞാൻ കാണുന്നത് ഈ വെള്ള നിറങ്ങളെല്ലാം മാറ്റിയിട്ട് പച്ച അടിക്കുക. പിന്നെ ഈ കോർണറിൽ ഇവിടെ വാട്ടർ സംബന്ധിച്ച്, അതായത് അക്വേറിയം ഇല്ലെങ്കിൽ ഈ വാട്ടർ ഫൗണ്ടൻ എന്തെങ്കിലും അവിടെ സ്ഥാപിച്ചോളുക. പിന്നെ ഈ കോർണറിൽ ഇവിടെ ക്രിസ്റ്റൽ അല്ലെങ്കിൽ ഈ ഗ്ലാസ് പോലത്തെ സാധനങ്ങൾ അവിടെ സ്ഥാപിക്കുക. അത് സ്ഥാപിക്കാം. നിങ്ങൾ രക്ഷപ്പെടും. എടി പുറത്താരാണ്ട് വന്നെന്ന് തോന്നണം. അച്ഛനാ, അത് മാറ്റിക്കോ. ആ എന്നാ ഉണ്ടോ ജോജ വിശേഷം? ഒന്നുമില്ല. ഞാനൊന്ന് ഓടാൻ ഇറങ്ങിയതാ. ഇതിലെ വന്നോ ഭയങ്കര ദാഹം. എന്നാൽ ഇപ്പം വെള്ളം കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അത് നന്നായി. ഇതെന്റെ ഫ്രണ്ടാ, ചൈനയാ. ഇങ്ങനെയോ? അല്ല, ചൈനയെന്ന് ഒരു കൂട്ടം പഠിച്ചതാ. ആ, അത് പഠിച്ചതാ. ആഹാ. ഇതുവഴി പോയപ്പം ചുമ്മാ ഞങ്ങളുടെ അടുത്തുനിന്ന് കേറിയെന്നേ ഉള്ളൂ. ആട്ടെ, പേരെന്താ? ബ്രഹ്മദത്തൻ. ആ, നല്ല പേരാണല്ലോ. എനിക്ക് ഈ കലാരൂപങ്ങളോടൊക്കെ അല്പം താല്പര്യമുള്ള കൂട്ടത്തിലാണ്. കയ്യും നോക്കൂ അച്ചോ. ആഹാ, എൻ്റെ കൈയൊന്ന് നോക്കാമോ? അട്ടെ, ഇങ്ങോട്ട് വന്നോളൂ. ഈ കൈ കണ്ടിട്ട് ഒരു രാഷ്ട്രീയക്കാരൻ്റെ ലക്ഷണമുണ്ട്. കറക്റ്റ്. പുള്ളി പള്ളിയിലച്ഛനാ. എനിക്കിപ്പോ പൂർണ്ണ വിശ്വാസമായി. അവിടെ ഇവിടെ തൊടാതെ അങ്ങേര് ഓരോന്ന് പറഞ്ഞാൽ എന്നാ ചെയ്യും? ഈ ഭാഗത്ത് വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട സംഗതി വേണം. ഇവിടെ ചില്ലോ സ്ഫടികമോ? നിറത്തിന്റെ കാര്യമെങ്കിലും അങ്ങേര് തെളിച്ച് പറഞ്ഞത് നന്നായി. റിൻസി ചേച്ചി, ഈ ഗ്രീൻ എടുത്ത് അടിച്ചാലോ? ആ ഗ്രീൻ വേണ്ട, ഫോറസ്റ്റ് ഗ്രീൻ അടിക്കാം. ഫോറസ്റ്റ് ഗ്രീൻ ഒന്നും ഞാനില്ല, ആർമി ഗ്രീൻ എടുത്ത് അടിക്കാം. ആർമി ഗ്രീനിൽ നല്ലത് ഫോറസ്റ്റ് ഗ്രീൻ ആടാ. ഈ ഇതാണ് ഞാനില്ല കേട്ടോ. ആ ചേട്ടായിനെ വല്ലതും വിളിച്ച് അടിച്ചാൽ മതി. ഓ, ഒന്ന് കൂടറാ ചേട്ടായുടെ കൂടെ. പിന്നെ അങ്ങ് പള്ളിച്ചെന്ന് പറഞ്ഞാൽ മതി. ഇതിനാണെങ്കിൽ ഞാനില്ല, എൻ്റെ പട്ടി വരും. എന്നാ പിന്നെ ഞാൻ ചേട്ടായിയെ വിളിച്ചോളാം. ആ തിരുവേര് പറഞ്ഞത് എന്തൊരു ശരിയാ. ഇപ്പൊ എന്തോ ഒരു സമാധാനം. ഈ ബുദ്ധി എനിക്ക് നേരത്തെ തോന്നാത്ത എന്താടി?